1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിന്റെ 13-ാമത്തെ തിരുവചനം. വായിക്കുന്നു, എല്ലാവരും ശ്രദ്ധിക്കുക. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനും മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. 13 വായിക്കുന്നു, എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കുക. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനും മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. അപ്പോസ്തലനായ പൗലോസിന് എല്ലാവരും ദൈവം ശക്തമേറിയ ഒരു ദൈവിക ആലോചന കൈമാറി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പോസ്തലനായ പൗലോസ് കോരിന്തിലുള്ള ദൈവസഭയ്ക്ക് ഈ ലേഖനം എഴുതുമ്പോൾ ആ ദൈവസഭയുടെ അവസ്ഥ എന്ന് പറയുന്നത് അതിശക്തമായി കോരിന്ത് എന്ന് പറയുന്ന പട്ടണം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പട്ടണമാണ്. ഏറ്റവും മ്ലേച്ഛത നിറഞ്ഞു നിൽക്കുന്ന ഒരു പട്ടണമായിരുന്നു കോരിന്തിന്റെ പട്ടണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഒരു വാക്ക് പറച്ചിലുണ്ട്. കോരിന്തിൽ ചെന്ന ആരായാലും കോരിന്തിനെക്കാരെ പോലെ ആയി മാറും എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. അതായത് അത്ര മ്ലേച്ഛത നിറഞ്ഞു നിൽക്കുന്ന പട്ടണമായതുകൊണ്ട് ഒരുത്തൻ എങ്ങനെ നിന്നാലും ഇന്നല്ല നാളെ ആയാലും അവൻ ആ അവസ്ഥയിലേക്കായി പോകുമെന്ന് പറയുന്ന ആ രീതിയിൽ ഇരുട്ടിന്റെ ശക്തികൾ ശക്തമേറിയ സ്വാധീനപ്പെടുത്തുന്ന ഒരു മണ്ഡലമായി നിൽക്കുന്ന പട്ടണമാണ് കോരിന്തിന്റെ പട്ടണം. ആ കോരിന്ത് പട്ടണത്തിന്റെ അകത്ത് ഇനി ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ. ആ കോരിന്ത് പട്ടണത്തിൽ അപ്പോസ്തലനായ പൗലോസിനെ കൂട്ടരെയും ദൈവാത്മാവ് ശക്തിയോടെ ഉപയോഗിച്ച് ആ പട്ടണത്തിൽ ഒരു ദൈവസഭ ഉണ്ടായി. കുറെ നാൾ ദൈവദാസൻ ശുശ്രൂഷിച്ചു, പിന്നെ അടുത്തൊരാൾ വന്ന് ശുശ്രൂഷിച്ചു. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ അടുത്ത മിഷണറി, 3-ാമത്തെ മിഷണറി യാത്രയിൽ അപ്പോസ്തലനായ പൗലോസ് കേൾക്കുകയാണ്, ഇത്രത്തോളം ദൈവപ്രവൃത്തി അനുഭവിച്ച ദൈവസഭ, പട്ടണത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട ദൈവസഭ, പക്ഷെ വീണ്ടും അറിയാതെ ആ കോരിന്തുകാരെ പോലെ കോരിന്തിന്റെ അനുഭവത്തിലേക്ക്, കോരിന്തിന്റെ അതേ അവസ്ഥയിലേക്ക്, പഴയ സ്വഭാവങ്ങളിലേക്ക് ദൈവമക്കൾ ഉൾപ്പെടെ മാറിപ്പോകുന്നു എന്നറിഞ്ഞപ്പോൾ അവരെ പ്രബോധിപ്പിച്ച് ഉത്സാഹിപ്പിച്ച് എഴുതിയ ലേഖനത്തിന്റെ ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചത്. ഇനി ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ പശ്ചാത്തലം. ഒരു മ്ലേച്ഛത നിറഞ്ഞ ശത്രുക്കൾ അതിവായി വാഴുന്ന ഒരു പട്ടണം. ആരാ പട്ടണത്തിലുണ്ട് അവരും ആ സ്വഭാവത്തിന് അടിമയായി പോകുമെന്ന് പറയുന്നു നിൽക്കുന്ന ഒരു പട്ടണം. ആ പട്ടണത്തിലാണ് ദൈവം തന്റെ സഭയെ വളർത്തിയത്. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പരീക്ഷണ മണ്ഡലത്തിൽ ദൈവജനം ഉൾപ്പെടെ വീഴുവാൻ ഇടവന്നു. അവരെ ഉറപ്പിച്ച് എഴുതുന്ന സംഭവമാണ് അപ്പോസ്തലനായ പൗലോസ് കോരിന്ത്യർക്ക് എഴുതിയ നമുക്ക് ലേഖനം. അതിലെ 10-ാമത്തെ വാക്യത്തിലേക്ക് വീഴുമ്പോൾ 10-1 മുതൽ, ഇനി ശ്രദ്ധിച്ചോ, നമ്മൾ വായിച്ച വചനങ്ങളാണ്. 10-1 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അപ്പോസ്തലനായ പൗലോസ് പഴയ നിയമത്തിന്റെ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ദൈവജനം, ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം പറഞ്ഞ് ഒരു വാണിംഗ് കൊടുക്കുകയാണ്. പഴയ അനുഭവങ്ങൾ പറഞ്ഞ് ചരിത്രം പറഞ്ഞ് ഒരു വാണിംഗ് കൊടുക്കുകയാണ്. അതായത് അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചോട്ടെ. ഒരു 1 മുതൽ 10-1 മുതലുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന്റെ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്ന് എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നും എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചും അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. അവിടെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന്റെ കീഴിൽ, ഒരു മേഘത്തിന്റെ കീഴിൽ പകൽ മേഘസ്തംഭമായി രാത്രി അത്തിത്തൂണായി ദൈവത്തിന്റെ ജനം മരുഭൂമി കൂടെ നടന്നു. നമുക്കറിയാം, 400-ൽ പരം വർഷം അടിമത്തത്തിൽ കിടന്ന ജനത്തെ ദൈവം വിടുവിച്ച് അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അതാണ് അടിമത്തത്തിലായിരുന്ന ജനമുണ്ട്. അടിമത്തത്തിന് ദൈവം എന്ത് ചെയ്തു? അവരെ പുറത്തു കൊണ്ടുവന്നു. അടിമത്തത്തിൽ നിന്ന് ദൈവം അവരെ പുറത്തു കൊണ്ടുവന്നതിന് ശേഷം ദൈവം അവരെ മരുഭൂമി കൂടെ നടത്തി. മരുഭൂമി കൂടെ നടത്തുന്നു എങ്കിലും പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി ഒരു മേഘത്തിന്റെ കീഴിൽ എങ്ങനെ നടക്കുന്നോ അതുപോലെ പകലിന്റെ ഊഷര വെയിലനുഭവിക്കാതെ രാത്രിയിലെ ഇരുട്ടിന്റെ വഴിതെറ്റൽ വരാതെ വെളിച്ചമായി മേഘമായി ദൈവ സാന്നിധ്യം അവരുടെ കൂടെ ഉണ്ട്. അതാ പറഞ്ഞത്, നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ഹല്ലേലൂയ അവർ മേഘത്തിൽ കൂടെ കടന്ന മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ്
മോശയോടുകൂടെ ചേർന്നു. അതായത് അവർ ആ ചെങ്കടൽ കടന്ന് മോശയോടുകൂടെ മറുകര കടക്കുന്നത് ദൈവജനമേ, പുതിയ നിയമത്തിലെ ദൈവസഭയെ, നിങ്ങൾ യേശുവിനെ അറിഞ്ഞ് ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് പുറത്തു വന്ന് ജലത്തിൽ യേശുവിനെ സാക്ഷീകരിച്ച് നിങ്ങൾ പോകുന്നത് പോലെ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു പോകുന്ന പോലെ ദൈവത്തിന്റെ ജനമാകുന്ന ഇസ്രായേൽ ജനവും ഇതുപോലെ വിടുവിക്കപ്പെട്ട് അവർ മേഘത്തിന്റെ കീഴിലായിരുന്നു. അവരും സമുദ്രത്തിൽ കൂടെ ചെങ്കടൽ കടന്ന് ആ സ്നാനപ്പെടുന്ന പോലെ കടന്ന് മോശയോട് ചേർന്നു, നാം യേശുവിനോട് ചേർന്നു. അപ്പൊ നമ്മുടെ അതേ അനുഭവങ്ങൾ പറയാണ്. എന്നിട്ട് താഴോട്ട് വായിക്കുന്നത് അതിന്റെ മൂന്നാമത്തെ വാക്യം ഒന്ന് വായിച്ച്, മൂന്നാമത്തെ വാക്യം 10:3. എല്ലാവരും ഒരേ ആത്മീയാഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. കാരണം ആ ഇറങ്ങിത്തിരിച്ച ജനലക്ഷങ്ങൾക്ക്, ശ്രദ്ധിച്ചോണം, ഇറങ്ങിത്തിരിച്ച ജനലക്ഷങ്ങൾക്ക് ഹല്ലേലൂയ ദൈവ സ്വർഗത്തിൽ നിന്ന് മന്ന പൊഴിച്ചു കൊടുത്തു. എല്ലാവരും ഒറ്റ ആത്മീയ ആഹാരമാണ് തിരുന്നത്. അപ്പൊ ദൈവം നമുക്കും ഇന്ന് വചനത്തിന്റെ മാരി, ദൈവത്തിന്റെ വചനം നമുക്കെല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. ഈ 66 പുസ്തകത്തിലെ ദൈവത്തിന്റെ വചനങ്ങളും പ്രോമിസുകളും വാഗ്ദത്തങ്ങളും ദൈവം സംസാരിക്കുന്നതും നമുക്കെല്ലാം ഒറ്റ ആഹാരമാണ്. ഹല്ലേലൂയ. ഇന്ന് പകലും ദൈവത്തിന്റെ ദൂതവചനം നമുക്കെല്ലാവർക്കും ഒറ്റ ആഹാരമാണ്. അടുത്തൊരാളുണ്ടെങ്കിൽ തൊട്ട് ഇവിടെ നമുക്കെല്ലാം ഒറ്റ ആത്മീയ ആഹാരം എന്ന് പറഞ്ഞേ. നമുക്കെല്ലാവർക്കും ഒറ്റ ആത്മീയ ആഹാരമാണ്. നമ്മുടെ വീട്ടിന്റെ അകത്ത് ചിലപ്പോൾ വ്യത്യസ്തത കാണും. നമ്മുടെ വീട്ടിൽ ഒരു വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മക്കളുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ ഫുഡ് വെളിപ്പെടണമെന്നില്ലായിരിക്കാം. ചിലർക്ക് അരിമതിയെന്നായിരിക്കാം, ചിലർക്ക് രാത്രി ചോറ് വേണമെന്ന് പറയും. അപ്പോൾ തന്നെ എത്ര ചോറുണ്ടാക്കിയാലും വീട്ടിലെ ആരെങ്കിലും 1-2 പേര് പറയും എനിക്ക് ചോറ് വേണ്ട, ചപ്പാത്തി എന്ന് പറയും. അപ്പൊ മിക്ക വീട്ടിലും മിനിമം ഒരു 2 എണ്ണമെങ്കിലും ചില ദിവസങ്ങളിലെങ്കിലും മിക്കവാറും ഒക്കെ എന്ത് ചെയ്യേണ്ടത്, ഒരേ മെനു ആയിരിക്കത്തില്ല. ഒരു നേരം തന്നെ 1-2 മെനു വരുന്ന നമ്മുടെ വീടുകളുണ്ട്. നമ്മുടെ വീട്ടിലെ സാഹചര്യം ഇഷ്ടമുള്ള ആഹാരത്തിന്റെ അകത്ത് വ്യത്യാസമുണ്ട്. പക്ഷേ ആത്മീയ ജീവിതത്തിന്റെ അകത്ത് പറയുന്നു എല്ലാവർക്കും ഒറ്റ ആഹാരമാണ്. എല്ലാവർക്കും എന്താണ്? ഒറ്റ ആഹാരമാണ് ദൈവം നമുക്ക് തരുന്നത്. എന്നിട്ട് അടുത്തത് ആഹാരം മാത്രമാണോ? എല്ലാവരും ഒരേ ആത്മീയ ആഹാരം സ്വർഗത്തിൽ നിന്ന് മന്ന പൊഴിച്ചു കൊടുത്ത് ഒരേ ആത്മീയ ആഹാരം തിന്നു. അടുത്തത് എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചും അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. അവിടെ നിൽക്കണമേ. ഹല്ലേലൂയ. അവരെല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. ഈ ഇറങ്ങിത്തിരിച്ച ദൈവജനത്തിന് വെള്ളമില്ല എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, മോശയോട് പറഞ്ഞു, പാറമേൽ നിൽക്ക, പാറമേൽ അടിക്കുക. പാറ പിളർന്നു, സകലത്തിനും ജലം പൊട്ടുപോയി. ലക്ഷക്കണക്കിന് ആൾക്കാരാ, പ്രായപൂർത്തിയിലെത്തിയ സഹോദരന്മാര് തന്നെ 6 ലക്ഷത്തിനപ്പുറത്ത് വൻ കൂട്ടമാണ് ഇറങ്ങിത്തിരിച്ചത്. ഇവർക്കെല്ലാം, പിന്നെ സ്ത്രീകൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങളെല്ലാം ഒരു വലിയ അതിന്റെ ഡബിൾ കൂട്ടി, ഇൻറ്റു 4 കൂട്ടി, ആ ലെവലിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ. അവർക്കെല്ലാം എന്ത് ചെയ്തു വന്നു? ഒരു ആത്മീയ, ഒരു പാറ പിളർന്നു, ആത്മീയ പാനീയം കൊടുത്തു. ആ പാറയാണ് പുതിയ നിയമത്തിലേക്ക്. ആരാ ആ പാറ? ക്രിസ്തുവാകുന്ന പാറ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ ദാഹം മുഴുവൻ തീർക്കാനുള്ളത് ക്രിസ്തുവാകുന്ന പാറമേലുണ്ടെന്ന്. അത് പിളർന്നൊഴുകി അതിൽ നിന്ന് കുടിക്കാൻ തയ്യാറായാൽ നിന്റെ മൃഗസമ്പത്തിന്റെയും പഴയ നിയമത്തിൽ ദാഹം തീർത്ത പോലെ നമ്മൾ അനുഭവിക്കുന്നതിന്റെ എല്ലാം തീർക്കത്തക്കവണ്ണം എന്റെ ദൈവത്താൽ നിറവ് സംഭവിക്കാം. വിശ്വസിക്കുന്നവരൊന്ന് കരങ്ങൾ അടിച്ച് ഹല്ലേലൂയ. ആ പാറ ക്രിസ്തുവായിരുന്നു. നമുക്ക് ഇന്ന് ഒരു പാറയുണ്ട്. ആ പിളർന്ന പാറയായ കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്നാൽ നമുക്ക് വേണ്ടത് മുഴുവൻ ആ കർത്താവിന്റെ പാദപീഠത്തിലുണ്ട്. അപ്പൊ ദൈവജനം മുഴുവൻ മേഘത്തിന് കീഴിലായിരുന്നു. അവരെല്ലാം മോശയോട് സ്നാനപ്പെട്ടു, ചെങ്കടൽ കടന്നു, ഒരേ ആത്മീയ ആഹാരം മന്ന പൊഴിച്ചു കൊടുത്തു. അവർക്കെല്ലാം ഒരേ ജലമായിരുന്നു, ഒരു പാറയിൽ നിന്ന് തന്നെ. ഇതുപോലല്ലേ നമ്മുടെ ജീവിതം? നാം ആയിരുന്ന സ്ഥലത്ത് നിന്ന് കർത്താവിന്റെ വചനം വന്നു, നമ്മൾ വിടുവിക്കപ്പെട്ടു, യേശുവിനെ അറിഞ്ഞു, അവന്റെ കൽപ്പനയായ സ്നാനം നമ്മൾ സ്വീകരിച്ചു. നമുക്കെല്ലാം ഒറ്റ വചനം, നമുക്കെല്ലാം ഒറ്റ ആത്മാവിന്റെ നിറവ്. ഇങ്ങനെ പോയി ആ പാറയിൽ നിന്ന്, ആ പാറ ക്രിസ്തുവാകും. ഇനി 5-6 വേഗത്തിൽ വായിച്ചു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഇത്രയധികം വിടുതൽ കിട്ടി, ഇത്രയധികം നന്മ കിട്ടി. എല്ലാരും ഒറ്റ ആത്മീയാഹാരം.
എല്ലാവരും ഒറ്റ ആത്മീയ പാനീയം. ഇത്രയും കുടിച്ചിട്ട് എല്ലാവരിലും ദൈവം ചെയ്തില്ല, പ്രസാദിച്ചില്ല. എല്ലാവരും ദൈവം ചെയ്തില്ല, പ്രസാദിച്ചില്ല. കാരണമെന്ന് കണക്ക് പറയുമ്പോൾ 6 ലക്ഷത്തിൽ പരം പുരുഷ ജനമുണ്ടായിട്ട്, പ്രായപൂർത്തിയായവരുണ്ടായിട്ട്, അതിൽ 2 പേരും മാത്രം, ജോഷുവയും കാലേബും മാത്രമേ വാഗ്ദത്ത നാട്ടിൽ കേറിയുള്ളൂ. വിടുതൽ എല്ലാവർക്കും കിട്ടിയോ? വിടുതൽ എല്ലാവർക്കും കിട്ടി. ആത്മീയ ആഹാരം എല്ലാവർക്കും കിട്ടിയോ? ആത്മീയ ആഹാരം എല്ലാവർക്കും കിട്ടി. ദാഹം തീർക്കാൻ പാറവെള്ളം എല്ലാവർക്കും കിട്ടിയോ? എല്ലാവർക്കും കിട്ടി. എല്ലാവർക്കും മേഘം ഉണ്ടായിരുന്നോ? എല്ലാവർക്കും മേഘം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരിലും എന്ത് ചെയ്തില്ല? ദൈവം പ്രസാദിച്ചില്ല. അതെന്താ കാരണം? അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. എന്നിട്ട് പുതിയ നിയമത്തിലെ കോരിന്ത്യയിലെ സഭയോട് പറയാൻ, നിങ്ങൾ അതെന്ത് ചെയ്യരുത്? ആ സംഭവം നിങ്ങൾ അറിയാതിരിക്കരുത്. പഴയ നിയമത്തിൽ നടന്ന ഒരു സംഭവം മാത്രമായിട്ട് എടുക്കരുത്. പുതിയ നിയമത്തിന്റെ ദൈവസഭയെ, കോരിന്ത് പട്ടണത്തിലുള്ള ദൈവസഭയെ നിങ്ങളും അത് അറിഞ്ഞിരിക്കണം. അടിച്ചത് ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. ഇത് നമുക്ക് ഒരു എക്സാമ്പിൾ പോലെ കഴിഞ്ഞ നാളുകളിൽ പഴയ നിയമകാലത്ത് സംഭവിച്ചു. ഇനി എന്തിനാ നമ്മളോട് പറയുന്നത്? അവർ മോഹിച്ചതുപോലെ നാം ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ. അവർക്കൊരു തെറ്റുപറ്റി. ഇത്രയൊക്കെ ദൈവിക നന്മ അനുഭവിച്ചിട്ടും അവർ ദുർമോഹികളായി തീർന്നു. അവർ ദുർമോഹികളായി തീർന്നു. നമുക്കും അങ്ങനെ പറ്റരുത്. അടുത്തത് ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിലെ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. അതിലെ ചിലരെന്തായി മാറി? ഇത്രയൊക്കെ ദൈവത്തെ അനുഭവം ഉണ്ടായിട്ടും ദൈവ ജീവനുള്ള ദൈവത്തെ വിട്ട് വേറെ പലതിനും ആരാധിക്കാൻ തുടങ്ങി. അടുത്തത് അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീട് പോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. ദൈവത്തിന്റെ വഴി വിട്ട്, പരിധി വിട്ട് വഴി മാറി, വിശുദ്ധി വിട്ട് മാറി. അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവർ ചിലർ ദൈവത്തെ പരീക്ഷിച്ചു, ദൈവപ്രവൃത്തിയെ പരീക്ഷിച്ചു. അങ്ങനെ നാമും തകർന്നു പോകുന്നവരാകരുത്. അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചതുപോലെ നിങ്ങൾ പിറുപിറുക്കരുത്. നിങ്ങൾ അവരിൽ ചിലർ എന്ത് ചെയ്തു? പിറുപിറുത്തു. ലോകത്തിന്റെ വഴിയിലേക്ക് പോയി, വിഗ്രഹാരാധനയിലേക്ക് പോയി, പാപവഴിയിലേക്ക് പോയി, ദൈവത്തെ പരീക്ഷിക്കുന്ന അവസ്ഥ വന്നു. ദൈവം അത്ഭുതം ചെയ്യുന്നു പറഞ്ഞ പരീക്ഷയാവുന്നു വന്നു. ദൈവത്തെയും മറ്റ് അധികാരങ്ങളെയും സകലത്തെയും പിറുപിറുക്കുന്ന അവസ്ഥയിലേക്ക് മാറി. അങ്ങനെ ഈ 4-5 തെറ്റുകൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച് അവരെല്ലാം തകർന്നു പോകുന്ന അവസ്ഥ വന്നു. അവർക്കെല്ലാം ആത്മീയ ആഹാരം ഉണ്ടായിരുന്നു, എല്ലാം ഒരേ ആത്മീയ വചനമായിരുന്നു, എല്ലാമായിരുന്നു. പക്ഷെ അവർക്ക് സംഭവിച്ചു. എന്നിട്ട് നമ്മളോട് എന്തിനാ ഇത് പറയുന്നത്? അടിച്ചത് വായിച്ചു. ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു. ഇത് ദൃഷ്ടാന്തം, ഒരു എക്സാമ്പിളായി കഴിഞ്ഞ നാളുകളിൽ അവർക്കത് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്നു. നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയും ഈ ലോകാവസാനം, ഈ കാലഘട്ടത്തിൽ നമുക്കിത് എന്തിനാ എഴുതി വെച്ചിരിക്കുന്ന അറിയാമോ? നമുക്കിത് ബുദ്ധി ഉപദേശത്തിന് എഴുതിയിരിക്കുന്നു. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ജീവിതത്തിൽ ഞാൻ മെയിൻ മെസ്സേജിലേക്ക് വരികയാണ്. പഴയ നിയമത്തിന്റെ അനുഭവങ്ങൾ എക്സാമ്പിൾ ഓർപ്പിച്ച് ദൈവജനത്തോട് പറയാണ്. ഇത്രയൊക്കെ നന്മയും ദൈവപ്രവൃത്തിയും കിട്ടിയ ദൈവജനം അവർക്ക് വീണു പോകേണ്ട അവസ്ഥയുണ്ടായി. അതുകൊണ്ട് നമ്മളോടൊരു ബുദ്ധി ഉപദേശം പോലെ ദൈവാത്മാവ് ഇന്ന് പകലും സംഭവിക്കുക. കാരണം നമ്മുടെ എല്ലാം ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകാം, പ്രലോഭനങ്ങൾ, ഇതെല്ലാം ശ്രദ്ധിക്കണം. ടെംപ്റ്റേഷൻസ് ഉണ്ടാകാം, ട്രയൽസ്, പരീക്ഷണങ്ങൾ ഉണ്ടാകാം, വല്ലാത്ത മാനസിക സമ്മർദ്ദങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്തുണ്ടാകും, പ്രഷേഴ്സ് ഉണ്ടാകാം, ആത്മീയ പോരാട്ടങ്ങൾ, യുദ്ധസമാനമായ അനുഭവങ്ങൾ മനസ്സിലും ചിന്തയിലും ശരീരത്തിലും എല്ലാം ഉണ്ടാവാം. ഇതെല്ലാം ഉണ്ടായാലും ഇനി ശ്രദ്ധിക്കണം, ഇതൊക്കെ ഏത് മനുഷ്യനുണ്ടാകാം. അല്ല, നമ്മൾ ഒറ്റയ്ക്കെന്നല്ല, എല്ലാവരുടെ ജീവിതത്തിന്റെ ഇതത്തുണ്ടാകും. ബൈബിൾ ഉടനീളം പരിശോധിക്കുമ്പോൾ അനേകരുടെ ജീവിതത്തിൽ സംഭവിച്ചു. അവിടെ നമ്മൾ ഈ പറഞ്ഞ ദൂതിലേക്ക് വരുമ്പോ ബൈബിൾ പരിശോധിക്കുമ്പോൾ ഇതെല്ലാവർക്കും കോമൺ ആയി പരീക്ഷണം സംഭവിച്ചത്. പക്ഷെ അവിടെ ഒരു കാര്യം ഓർപ്പിക്കുക, നിന്റെ പരീക്ഷണത്തിലും നീ സ്വയത്തിൽ ആശ്രയിക്കാതെ
വിശ്വസ്തനായൊരു ദൈവമുണ്ട്. അവര് വീണുപോയി, പക്ഷെ നിനക്ക് വീഴാതെ നിൽക്കാൻ പറ്റും. അവരിൽ ഒത്തിരി പേര് വീണുപോയി, പക്ഷെ രണ്ടെണ്ണം വീഴാതെ വാഗ്ദത്തം പ്രാപിച്ചു. ഇന്ന് പകൽ ഈ ദൂതൻ എന്തിനാ പറയുന്നത് അറിയാമോ? അത് ശക്തമായ ഒരു പ്രവചന ശബ്ദമാണ്. നിന്റെ ജീവിതത്തിൽ എത്ര പരീക്ഷണങ്ങളും എത്ര പ്രലോഭനങ്ങളും 1000 പ്രഷറുകളും വല്ലാത്ത യുദ്ധസമാനമായ ആത്മീയ പോരാട്ടങ്ങളും നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നീ ഒരിക്കലും ഭാരപ്പെടേണ്ട. ഇത് അപൂർവ കാര്യമല്ല, ഇത് അനേകർക്ക് സംഭവിക്കാം. പക്ഷെ നിനക്കൊരു വിശ്വസ്ത ദൈവമുണ്ട്. നമ്മളെ വായിച്ച 10:13 വായിച്ച ദൂതിലേക്ക് വരാൻ പോയാ. ദൂതിലേക്ക് വരാം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. നിൽക്കണമേ. ഹല്ലേലൂയ. നിങ്ങൾക്ക് മാത്രമല്ലെന്ന് ഈ പരീക്ഷ എല്ലാവർക്കും ഉണ്ട്. വേറെ ആർക്കും വരാത്തതല്ല. എനിക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണെങ്കിലും എല്ലാവർക്കും ഉണ്ട്. കോമണാ, എല്ലാ മനുഷ്യനുള്ളതാ. കോമണാ. ഹല്ലേലൂയ. കോമൺ ആയിട്ടുള്ളതാ. ആദാം ഹവ്വ പരീക്ഷിക്കപ്പെട്ടു. നോഹയുടെ ജീവിതത്തിൽ, ജോസഫിന്റെ ജീവിതത്തിൽ, ദാവീദിന്റെ ജീവിതത്തിൽ. എന്തിനു പറയുന്നു? യേശു കർത്താവ് ഈ ഭൂമിയിലായിരിക്കുമ്പോഴും എന്ത് ചെയ്തു? പരീക്ഷണത്തിലൂടെ കടന്നുപോയി. പക്ഷെ ബൈബിൾ ഉടനീളം പരിശോധിക്കുമ്പോ പരീക്ഷണത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചവർ ജയിച്ചു കയറി. ആശ്രയിക്കാതെ സ്വന്തത്തിൽ ആശ്രയിച്ചവർ വീണുപോയതുകൊണ്ട്. അപ്പൊ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് പഠിക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ച്, ജീവിതത്തിൽ കടന്നു പോകുന്ന ചില പരീക്ഷണങ്ങൾ, ചില പ്രതിസന്ധികൾ, ചില ബുദ്ധിമുട്ടുകൾ, ചില പ്രയാസങ്ങൾ, അയ്യോ എനിക്ക് മാത്രം അല്ല, ഇതെല്ലാവരും വന്നിട്ടുണ്ട്. അടുത്തിരിക്കുന്ന പ്രശ്നം എല്ലാവർക്കും ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് മാത്രം മാനസിക സമ്മർദ്ദം എല്ലാവർക്കും ഉണ്ട്. പ്രലോഭനം എല്ലാവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പരീക്ഷ എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. പോരാട്ടം പോലെ ഇരിക്കുന്ന അനുഭവം എല്ലാവർക്കും ഉണ്ട്. ഈ സമയത്ത് പിശാച് പറയും, മനുഷ്യന്റെ വാക്കുകൊണ്ടും പറയും, നമ്മുടെ ഉള്ളിൽ തന്നെ പറയും, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ഞാൻ ഒറ്റക്കേ ഉള്ളൂ, ഒരു പ്രത്യാശയില്ല. ഇതൊക്കെ നമ്മുടെ മനസ്സ് മന്ത്രിക്കുന്ന അനുഭവങ്ങൾ ഈ സമയത്ത്. ഹല്ലേലൂയ. ഒരു കാര്യം ഉറപ്പാണ്, ആ സമയത്ത് ദൈവത്തിൽ ആശ്രയിക്കുക. അത് ദൈവമായിട്ട് കണക്ട് ചെയ്യുക. ദൈവദിനത്തോട്, പ്രാർത്ഥനയോടും ആരാധനയോടും കൂട്ടായ്മയോട് ചേർന്നിരിക്കുക. ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് എന്ത് ചെയ്തില്ല? നേരിട്ടിട്ടില്ല. ഇനി രണ്ടാമത്തെ ഭാഗം, ദൈവം വിശ്വസ്തൻ. രണ്ടാമതൊരു കാര്യം മനസ്സിലാക്കണം, ദൈവം ആരാ? വിളിച്ച ദൈവം ആരാ? വിശ്വസ്തൻ. ഉറക്കെ പറ, വിശ്വസ്തനായ ദൈവം. ഒന്ന്, ഈ പരീക്ഷണം നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട്. രണ്ട്, നിന്റെ ദൈവം എന്താണ്? വിശ്വസ്തനായ ദൈവമാണ്. മനുഷ്യന്റെ പ്രയത്നങ്ങളും ബലങ്ങളും ഒക്കെ പരാജയപ്പെടും. നമ്മുടെ ഫീലിങ്സുകൾ മാറി മറിയും, നിരാശയുണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. പക്ഷെ ദൈവം വിശ്വസ്തനാണ്. വിലാപങ്ങളുടെ പുസ്തകം 3:22-23 ഇങ്ങനെ പറയുന്നു, നാം മുടിഞ്ഞു പോകാതിരിക്കേണ്ടത് യഹോവയുടെ ദയയാകുന്നു, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല, അത് രാവിലെ തോറും പുതിയതും, തന്റെ വിശ്വസ്തത വലുതുമാകുന്നു. ദൈവം വിശ്വസ്തനാ. നീ മുടിഞ്ഞു പോകാത്തത് ദൈവത്തിന്റെ ദയയാണ്, വിശ്വസ്തതയാണ്. രണ്ടാമത്തെ സത്യം മനസ്സിലാക്കണം, ദൈവത്തിന് മാറ്റമില്ല. ദൈവത്തിന് മാറ്റമില്ല. ദൈവത്തിന് മാറ്റമില്ല. നമ്മുടെ പരീക്ഷണങ്ങളും പ്രതിസന്ധിയൊക്കെ മാറി മറിയും. പക്ഷെ ദൈവം ആരാണ്? വിശ്വസ്തനായ ദൈവം. ഇനി എല്ലാവരും ശ്രദ്ധിക്കുക, അത് ഉറപ്പിക്കാൻ, നിങ്ങളുടെ ഹൃദയത്തെ ഉറപ്പിക്കാൻ ദൈവം സംസാരിക്കുന്ന ഒരു പിക്ചർ ശ്രദ്ധിച്ച്. ഈ ലൈറ്റ് ഹൗസ് കണ്ടിട്ടുള്ളവരെന്ന്, ലൈറ്റ് ഹൗസ് ഓക്കെ, ഇവിടുന്ന് പോയാൽ വീഡിയോയിലും കാണും, അല്ലെങ്കിൽ ഇച്ചിരി പോയാൽ നമ്മുടെ കൊല്ലത്ത് വരെ പോയാൽ മതി, ആ ബീച്ചിന്റെ അവിടെ വരെ ലൈറ്റ് ഹൗസ്. ലൈറ്റ് ഹൗസ് എന്തിനാണ്? ആർക്കാ? നമുക്ക് വരി നടക്കുന്നവർക്ക് വരിവിളക്കാണോ? അല്ല. ആ ലൈറ്റ് ഹൗസ് ആർക്കാ? കപ്പലിനാണ്. കാറ്റുണ്ടാകാം, കോളുണ്ടാകാം,
തിരമാല ഉണ്ടാകാം, കാറ്റാഞ്ഞടിക്കാം, തിരകൾ മാറി മറിയാം, കപ്പൽ മറിഞ്ഞിരിക്കാം. പക്ഷെ ലൈറ്റ് ഹൗസിന് ഒരു പ്രത്യേകത ഉണ്ട്, അതിന്റെ ലൈറ്റ് അടിച്ചുകൊണ്ടേയിരിക്കും. കാറ്റ് മാറുന്നതനുസരിച്ച് ഇന്ന് ഭയങ്കര കാറ്റ്, അതുകൊണ്ട് ഞാൻ ലൈറ്റ് അടിക്കുന്നില്ലെന്നാണോ? കാരണം ആ ലൈറ്റ് അടിക്കുന്നത് ഇനി ദിശ തെറ്റി വരുന്നവനെയും ഇതാണ് തീരോം അറിയിക്കാനാണ് ആ ലൈറ്റ് ഹൗസ് വെച്ചിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും എല്ലാ ദിവസവും വൈകിട്ട് 6 മണി കഴിയുമ്പോൾ ലൈറ്റ് ഹൗസിന്റെ ലൈറ്റ് വെട്ടി തിളങ്ങാൻ തുടങ്ങും. അതായത് കപ്പൽ വന്നോ പോയോ, കാറ്റുണ്ടോ കാറ്റില്ലയോ, തിരകൾ തള്ളി കയറിയോ ഇല്ല, ഒരു വിഷയമല്ല, ലൈറ്റ് ഹൗസിലെ ലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കും എന്ന് പറയുന്ന പോലെ നിന്റെ പ്രശ്നം എന്ത് പോയാലും ദൈവം വിശ്വസ്തൻ. Hallelujah. Hallelujah. Amen. Amen. ദൈവം എന്ത് ചെയ്ത്? വിശ്വസ്തൻ. ദൈവം വിശ്വസ്തൻ. Hallelujah. നിങ്ങളുടെ ഹൃദയത്തിലോട്ട് ഇത് കയറിയേ. പ്രതിസന്ധി നമ്മുടെ എല്ലാ ജീവിതത്തിൽ വന്നിരിക്കാം, പക്ഷെ ദൈവം വിശ്വസ്തനാണ്. Amen. ഇനി അടുത്തത് ഒന്ന്, ഓക്കെ, അടുത്ത നമ്മൾ ആ വചനത്തിലേക്ക് 13 തന്നെ വന്നോ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ. മതി. മൂന്നാമത്തത് ദൈവം, 2 ദൈവം വിശ്വസ്തൻ. 3 നിനക്ക് കഴിയുന്ന ലിമിറ്റിനപ്പുറം ദൈവം ചെയ്യത്തില്ലെന്ന്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ആ പരിധിക്കപ്പുറം എന്ത് ചെയ്യത്തില്ല, ദൈവം അനുവദിക്കത്തില്ല. ദൈവം പരിധിക്കപ്പുറം സമ്മതിക്കത്തില്ല. യോബിന്റെ ജീവിതത്തിൽ നമുക്കറിയാം ഒത്തിരി പരീക്ഷണങ്ങൾ സംഭവിച്ചു. പക്ഷെ ദൈവം ഒരു കാര്യം പറഞ്ഞു, സാത്താൻ ആക്രമിക്കാൻ നിൽക്കുമ്പോ അവന്റെ ശരീരത്തെ, ആയുസിനെ നീ എന്ത് ചെയ്യരുത്, ആദ്യം ശരീരത്തെ തുടർന്ന് പറഞ്ഞു, പിന്നെ ശരീരത്തെ തൊട്ടാലും ഒരു കാര്യം പറഞ്ഞു, ആയുസിനെ എന്ത് ചെയ്യരുത്, ദൈവം പരിധി വെച്ചു. ദൈവം വിശ്വസ്തനാണ്. ദൈവം ആരാണ്? വിശ്വസ്തനാണ്. അവിടെ കൊണ്ട് തീരുന്നില്ല. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾ ഇതുവരെ നേരിട്ടിട്ടില്ല, എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ ദൈവം സമ്മതിക്കത്തില്ല. സമ്മതിക്കത്തില്ല. ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളൊരു ദൂത് പറയാം, സമ്മതിക്കത്തില്ല. ഇനിയാണ് ഈ ദൂത് പറയാനാണ് ഇന്ന് പകൽ ഈ മെസ്സേജ് ഞാൻ നിൽക്കുന്നത്. സമ്മതിക്കാതെ പരീക്ഷയോട് കൂടെ ഒരു പോക്കുവഴി അവൻ ഉണ്ടാക്കും. അവനൊരു ക്രമീകരണം എന്റെ ദൈവം ചെയ്യും. അതിന്റെ അർത്ഥം ഒരു എക്സിറ്റ് ഉണ്ടാക്കും. നീ അതിൽ നിന്ന് പുറത്തു വരാൻ ദൈവത്താൽ ചില വഴികൾ തുറക്കും. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ കുറവാണ്, ഇപ്പോൾ പണിതുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ റോഡുകളിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ, നന്നായി ഓടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എഴുതി കാണാം എക്സിറ്റ്. 30-100 മീറ്ററിന്റെ അപ്പുറത്ത് 500 മീറ്ററിന്റെ അകത്ത് ഒരു എക്സിറ്റ് ഉണ്ട്. 500 മീറ്ററിന്റെ അകത്ത് എക്സിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ ആ ലെഫ്റ്റിലോട്ട് വണ്ടി തിരിച്ച് സ്ലോ ചെയ്ത് കാരണം മുന്നോട്ട് പോയാൽ നീ പൊയ്ക്കൊണ്ടേയിരിക്കും. ആ കറക്റ്റ് എക്സിറ്റ് സമയത്ത് എക്സിറ്റ് എടുത്താൽ നിനക്ക് എത്തേണ്ട സ്ഥലത്ത് സുരക്ഷിതമായി എത്താൻ പറ്റും. ഒരു വഴി ഹൈവേയിൽ കാണിച്ചു വന്നിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ കർത്താവ് ഇതിന്റെ അകത്ത് ചിലരോട് പറയുക, ഈ ദിവസങ്ങളിൽ നീ കടന്നു പോകുന്ന പരീക്ഷയിൽ നിന്ന് നീ പുറത്തു വരാൻ ഒരു പോക്കുവഴി ദൈവം ക്രമീകരിക്കാൻ പോവുകയാണ്. ഇതിന്റെ അകത്ത് ചില കുടുംബങ്ങളോട് ഞാൻ പ്രവചിക്കുന്നു, ഒരു പരീക്ഷണങ്ങളോട് കൂടെ എന്റെ ദൈവത്താൽ ചില പോക്കുവഴികൾ, ചില ക്രമീകരണങ്ങൾ എന്റെ ദൈവം ചെയ്യാൻ പോവുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന സകലോട് പറയുന്നു, നീ അനുഭവിക്കുന്ന പരീക്ഷണം എന്തുമായിക്കോട്ടെ, നീ അതിന് പുറത്തു വരാൻ പോവുകയാണ്. ഒരു എക്സിറ്റിലോട്ട് വന്നുകൊണ്ടിരിക്കാൻ പോവുകയാണ്. ദൈവം വഴി കാണിക്കും. വിശ്വസിക്കുന്നവർ കരങ്ങളെയാണ്. ഈ 8-ാം മാസത്തിൽ നിന്നുകൊണ്ട് ഇവിടെ വന്ന സകല കുടുംബങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ, പ്രവചനാത്മാവിൽ ദൂത് പറയാം, നിന്റെ പരീക്ഷണങ്ങൾക്ക് ഒരു എക്സിറ്റ് ദൈവം തരാൻ പോവുക. നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകൾക്ക് എന്നും ആ റൂട്ടിൽ പോകത്തില്ല. ദൈവം ഒരു വഴി കാണിക്കാൻ പോവുക. വിശ്വസിക്കുന്നവർ സ്വീകരിച്ചോ. കർത്താവ് ചെയ്യാൻ പോവുക. കാരണം എന്താണ്? മനോഹരമായ ഒരു പ്രോമിസ് ഉണ്ട്. നിങ്ങൾ എടുക്കണ്ട, ഞാൻ വായിക്കാം.
യെശയ്യാവ് 43:2 പറയുന്നു, നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. വിശ്വസ്തനായ ദൈവം കൂടുണ്ട്. Amen. Amen. Yes. നീ നദി കൂടെ കടക്കുമ്പോൾ അത് നിന്റെ മീതെ കവിയത്തില്ല. നീ തീ കൂടെ നടന്നു പോകുമ്പോൾ അത് നിന്നെ വെന്തുപോകത്തില്ല. അഗ്നിജാല നിന്നെ ദഹിപ്പിക്കത്തില്ല. Amen. കടന്നു പോകുന്ന തീ കൂടെ ആയിരിക്കാം, പക്ഷെ അഗ്നിജാല ദഹിപ്പിക്കത്തില്ല. Amen. നദി കൂടെ കടന്നു പോകുന്ന അത് നിന്നെ കവിയത്തില്ല. നീ നടന്നു പോകും, കാരണം ദൈവം വിശ്വസ്തൻ കൂടുണ്ട്. Amen. Amen. Yes. വിശ്വസ്തൻ എന്തുണ്ട്? ഒരു പരീക്ഷണത്തിൻ്റെ അപ്പുറത്ത് ദൈവം ഒരു വഴി ഒരുക്കുക. ഇന്നലെ ശ്രദ്ധിച്ച്, യേശുവിൻ്റെ അടുത്തേക്ക് ഒരു വലിയ കൂട്ടം വന്നു. യേശു അവരുടെ മുമ്പിൽ വചനങ്ങളും സൗഖ്യങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വലിയ പുരുഷാരമുണ്ട്. മണിക്കൂറുകൾ പൊയ്ക്കൊണ്ടിരിക്കുക, വിശപ്പൊക്കെ മറന്നവരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. യേശു ബൈബിൾ ഇങ്ങനെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു ഫിലിപ്പോസിനെ വിളിച്ചിട്ട് പറയാണ്, ഫിലിപ്പോസേ, ഇവർക്ക് എന്ത് ചെയ്യണം? ആഹാരത്തെ കൊടുക്കണം. ഫിലിപ്പോസ് ഞെട്ടിപ്പോയി. ഫിലിപ്പോസ് പറയുന്നു, കർത്താവ്, നമ്മുടെ ഇരിക്കുന്ന ഈ 10-200 വെള്ളിക്കാശ് കൊണ്ട് ഇത്രയും പേർക്ക് ആഹാരം വാങ്ങിക്കാൻ പറ്റത്തില്ല. സാഹചര്യം നല്ല പ്രതികൂലമായ സാഹചര്യമാണ്. എവിടുന്ന് ഇത്രയും പേർക്ക് ഒപ്പിക്കും? പക്ഷെ അവിടെ ഒരു വചനം ഇങ്ങനെ കിടപ്പുണ്ട്. നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. യോഹന്നാൻ 6:6 ഇത് അവരെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. കിട്ടിയെങ്കിൽ വായിച്ചോ. ഇത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. എന്താ യേശു കർത്താവ് ചെയ്യാൻ പോന്നേ എന്ന് യേശുവിന് അറിയാം. അപ്പൊ ചില പരീക്ഷണങ്ങൾ നമ്മൾ നേരിടുന്നതും നമുക്കറിയില്ലെങ്കിൽ കർത്താവിനറിയാം എന്താ ചെയ്യാൻ പോന്നെ. ഫിലിപ്പോസ് ജീവിതത്തിൽ ഒരു പരീക്ഷണം അനുഭവിച്ചു. ഫിലിപ്പോസ് ഞെട്ടിപ്പോയോ, ഇത്രയും ആവശ്യം ഞാൻ എങ്ങനെ നിൽക്കും? കർത്താവ് എന്തോ പറഞ്ഞേ? കർത്താവ് പറഞ്ഞു ശരിയാ, എനിക്ക് ചെയ്തു കൊടുക്കണമെന്നുണ്ട്, പക്ഷെ ഇത്ര വലിയ കാര്യത്തിന് മുമ്പ് ഞാൻ എന്താ ചെയ്യും? പക്ഷെ അവിടെ പറയുന്നുണ്ട്, യേശു ഇത് പറയുമ്പോഴും താൻ എന്താ ചെയ്യാൻ പോന്നേന്ന് യേശുവിന് അറിയാം എന്താ ചെയ്യാൻ പോന്നേന്ന്. നമ്മൾ പരീക്ഷണത്തിന്റെ വാക്കുകളും പ്രതിസന്ധിയും കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഇന്ന് പകൽ നമ്മളെ ഉറപ്പിച്ച് കർത്താവ് സംസാരിക്കുകയാണ്. കർത്താവ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കർത്താവ് അറിയില്ല. കർത്താവ് എന്തോ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഈ ദിവസങ്ങളിൽ ചെയ്യാൻ പോവുകയാണ്. നീ പരീക്ഷണം അനുഭവിക്കുമ്പോൾ ഫിലിപ്പോസിനെ പോലെ എന്തോ ചെയ്യണം കയ്യിലിരിക്കുന്നൊന്നും തികയത്തില്ലല്ലോ എന്ന് പറയുമ്പോഴും യോഹന്നാൻ 6:6 പറയുന്നു, താൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് താൻ അറിയുന്നു. കർത്താവിനറിയാം കർത്താവ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഇന്ന് പകൽ ചെലവിനുള്ള ദൂത് പറയാ, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ദൈവാത്മാവ് ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വം കരയറ്റിയേ. ഒരു വഴി ദൈവം എസ്കേപ്പ് ചെയ്യാൻ പോകും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവം എന്തോ ചില നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോവാ. ഈ ദിവസങ്ങളിൽ ചില പരീക്ഷയിലൂടെ കടന്നു. ഈ പ്രവചന ശബ്ദം പോലെ ഇട്ടെടുത്തോ, ദൈവം അതിന് പുറത്തുള്ള വഴി കാണിക്കാൻ പോവാ. ഒരു എസ്കേപ്പ് ദൈവം, ഒരു എക്സിറ്റ് ദൈവം കാണിക്കാൻ പോവാ. നാം എന്ത് ചെയ്യണമെന്നറിയാം? ഈ സമയങ്ങളിൽ നമ്മളിൽ ആശ്രയിക്കാതെ, കൊരിന്ത്യർക്ക് ഒരു അബദ്ധം പറ്റി, അവരിൽ ആശ്രയിച്ചു, അവർ വീണുപോയി. നാം ദൈവത്തിൽ ആശ്രയിച്ച്, വചനത്തിലും പ്രാർത്ഥനയിലും ആശ്രയിച്ച്, കൂട്ടായ്മയോടും ദൈവ പരിശുദ്ധാത്മാവിനോട് ചേർന്നിരുന്നാൽ ദൈവം ഒരു വഴി കാണിക്കും. ദൈവം വഴി ഉപദേശിച്ച് തരും. ആ വഴിയിൽ പോയാൽ നിനക്ക് ജയം അനുഭവിപ്പാനിടവരും. നമ്മുടെ പ്രശ്നം ഈ പ്രതിസന്ധി വരുമ്പോ നമുക്ക് ആ ദൈവം സംസാരിക്കുന്ന ദൈവത്തിന്റെ വഴി നമുക്ക് മനസ്സിലാകത്തില്ല. ശാന്തമായി ദൈവസന്നിധിയിൽ ഇരുന്നാൽ ആ പരീക്ഷണങ്ങൾക്ക് ദൈവം ഒരു അത്ഭുത വഴി പുറത്തു കൊണ്ടുവരും. ഇന്ന് ചിലരോട് പറയുന്നു, ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന പ്രതിസന്ധിയിൽ ദൈവം ഒരു വഴി കാണിക്കാൻ പോവുക. ദൈവം ഒരു അത്ഭുതം അതിന്റെ അകത്ത് ചെയ്യാൻ പോവുക. ദൈവം കണ്ടുവച്ചിട്ടുണ്ട് ദൈവം എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അല്ല, പത്രോസിൽ പറയുന്നുണ്ട്, 1 പത്രോസ് 6:7, നാനാ പരീക്ഷണങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ പരീക്ഷിക്കുമ്പോൾ ദുഃഖിക്കേണ്ടി വന്നാലും ആനന്ദിക്ക്, കാരണം നിന്റെ അഴിഞ്ഞു പോകുന്ന തീയിൽ ശോധനയിരിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിന്റെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാണ്. ഏറ്റവും വിലയേറിയത്, മഹത്വമേറിയത് ദൈവം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തും. ഒരു എക്സാമ്പിൾ എന്ന് പറയട്ടെ. പഴയ നിയമത്തിൽ നോക്കുമ്പോൾ
അബ്രാമാണ് ഏറ്റവും പരീക്ഷണത്തിൽ ഒരു അതിശക്തമായ ഒരു പരീക്ഷണം അനുഭവിച്ച ഒരു മനുഷ്യനാണ് അബ്രാം. അതിന്റെ ഉൽപ്പത്തി പുസ്തകം 22-ന്റെ 1-ാമത്തെ വചനം ഒന്നെടുത്ത്, 22-ാം അധ്യായം അതിന് 1-2 വാചനം. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമെ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുളി ചെയ്തു. ആറ്റുനോറ്റുണ്ടായി പ്രതീക്ഷയോടെ വർഷങ്ങൾ കാത്തിരുന്നുണ്ടായ ഇസഹാക്ക് എന്ന തലമുറ ദൈവം ഒരു പരീക്ഷണത്തിൽ ചോദിച്ചു, നീ സ്നേഹിക്കുന്ന ഇസഹാക്കിന് ഏകജാതനെ നീ എന്ത് ചെയ്യണം? യാഗം കഴിക്കണം. മോറിയയിൽ ഞാൻ പറയുന്ന സ്ഥലത്ത് പോയി യാഗം കഴിക്കണം. ഒരു അതികഠിനമേറിയ ഒരു പരീക്ഷണം. അബ്രാം എന്ത് ചെയ്യുന്ന അറിയാമോ? അത് രാവിലെ മകനുമായിട്ട് പുറപ്പെട്ടു. സാധാ യാഗം കഴിക്കുന്ന പോലെ വിറകും തീയും ഒക്കെ കത്തിയായിട്ട് പുറപ്പെട്ടു. ഒരു സ്ഥലത്തെത്തിയപ്പോൾ കൂടെ വന്ന വേലക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കെ, ഞങ്ങൾ പോയി ദൈവം യാഗം വെച്ച ദൈവത്തെ ആരാധിക്കാൻ. ആരാധിച്ചിട്ട് മടങ്ങി വരും. പൈതലും അബ്രാമായി യാത്ര ചെയ്തപ്പോൾ ഇസ്ഹാക്ക് പൈതൽ അപ്പനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അപ്പാ, എന്നും പോകുന്ന പോലെ അല്ലല്ലോ നമ്മളിന്ന് പോന്നേ. യാഗത്തിനുള്ള വിറകുണ്ട്, യാഗത്തിനുള്ള തീയുണ്ട്, യാഗത്തിനുള്ള കത്തിയുണ്ട്. ഒരു കുറവുണ്ട്, യാഗത്തിന്റെ ആട്ടുംകുട്ടിയുടെ. ഒരു അപ്പനെന്നില്ല നിങ്ങൾ ആലോചിച്ച് നോക്കി എന്ത് പരീക്ഷണം അനുഭവിക്കുന്നത്. പക്ഷെ അപ്പം പറയാണ്, യഹോവ ഈരെ, അവൻ കരുതിക്കൊള്ളും, ദൈവം നോക്കിക്കൊള്ളൂന്ന്. ഇത് തന്നെ ചില അബ്രാമിനും മനസ്സിലായി. അതിന്റെ അപ്പുറത്ത് വിടാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം അബ്രാമിനത് പറയാൻ പറ്റുമോ? ഇന്നത്തെ യാഗമൃഗം ആട്ടുംകുട്ടിയല്ല, നീ ആണെന്ന് മോനോട് പറയാൻ പറ്റുമോ? ഇല്ല. അബ്രാം എന്തിനാ പോകുന്നേ? മലകറി പോകുന്നതിനറിയോ? ആരെ യാഗം കഴിക്കാനാ? ഈ ഇസാഖിനെ യാഗം കഴിക്കാനാ? ഇസാഖിനെ അറിയുന്നില്ല. ഇസാഖ് ആട്ടുംകുട്ടി എവിടെ? ആട്ടുംകുട്ടിക്ക് പകരം മകനെ പിടിച്ച് കെട്ടി യാഗപീഠത്തിൽ വെച്ചു. ഉറയിൽ നിന്ന് കത്തിയെടുത്ത് മേലോട്ട് ഊങ്ങിയപ്പോ ഒരു ശബ്ദം ഉയർത്തിയെന്ന്, അബ്രാമെ ബാലന്റെ മേൽ കൈവെക്ക. ഈ ലിമിറ്റ് ദൈവത്തിന് അറിയാം. അബ്രാമിന് എവിടം വരെ പറ്റും, സഹിക്കാൻ പറ്റും. ആ കത്തി എടുക്കുന്നവരെ സഹിക്കാൻ പറ്റും, അതിന്റെ അപ്പുറത്ത് സഹിക്കാൻ പറ്റത്തില്ല. ഇത് തന്നെയാ നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്നതിന്റെ പ്രതിസന്ധിക്കൊരു എക്സിറ്റ്. ഇന്ന് പകൽ ഈ ദൂത് പറയുമ്പോൾ 8-ാം മാസത്തിൽ ചിലതിനോട് പറയുന്നു, ഇതുപോലെ ചിലത് ദൈവം വെളിപ്പെടുത്താൻ പോവുക. അതിശക്തമായ ദൈവാത്മാവിന്റെ ഇടപെടലാണ്. ഹല്ലേലൂയ. കൈ നീട്ടി അറക്കേണ്ടതിന് കത്തിയെടുത്തപ്പോ ഉയരത്തിന് ശബ്ദം, അബ്രാമേ, നിന്റെ വിശ്വസ്തത ഞാൻ കണ്ടു മാനിക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ ചിലതിനോട് പറയാം, നമ്മുടെ ലിമിറ്റ് ദൈവത്തിന് അറിയാം. അത് തീരുന്നതിന് മുമ്പ് ദൈവം ഒരു അത്ഭുതത്തെ ചെയ്യും. ദൈവം ചിലരോട് ഇടപെടാൻ പോവുക. ദൈവം ചിലരോട് ഇടപെടാൻ പോവുക. ഇനി 8-ാം മാസത്തിലേക്ക് വേണ്ടിയുള്ള മാത്രം ദൂതല്ല, ഇനി അങ്ങോട്ടുള്ള ചില ദിവസങ്ങൾ, മാസങ്ങളിലേക്ക് ഇവിടെ വന്നിരിക്കുന്ന സകല ദൈവജനത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ദൈവത്തിന്റെ ആലോചന ദൈവം ഒരു പോക്കുവഴി ചെയ്യൂ. സംഭവിച്ചെന്നറിയോ? ഈ ശബ്ദം ഏതാണ്? കേട്ട ശബ്ദം ബാലനമേൽ കൈവെക്കരുതെന്ന് പറയുന്ന ശബ്ദം ഏതാ എന്ന് കേൾക്കാൻ വേണ്ടി കേട്ടതൊട്ടൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ താൻ കാണുന്ന കാഴ്ച, ഒരു ആറ്റുകൊറ്റൻ കൊമ്പ് കാട്ടുവള്ളിയിൽ കുടുങ്ങി ഒരാടവിടെ കിടക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചില എക്സിറ്റ് കാണാൻ പോവുക. നിന്റെ പരീക്ഷണങ്ങൾ ഇനി പുറത്തു വരുന്ന ചിലത് മല കയറി പോകുമ്പോഴും കൊച്ചിനെ അടുക്കി വെക്കുമ്പോഴും വിറകടുക്കി വെക്കുമ്പോഴും കാണാത്ത ഒരു കരുതല് ഈ ദിവസങ്ങളിൽ ചിലത് കാണാൻ പോവുകയാണ്. ശക്തമേറിയ ദൂത. നമുക്കെല്ലാവർക്കും ഉള്ള ചോദ്യമുണ്ട്,
ആ അപ്പനോട് മോൻ ചോദിച്ചപ്പോൾ ആ വിടുതൽ കണ്ടോ? ഇല്ല. മല കയറിയപ്പോ കണ്ടോ? ഇല്ല. വിറകടിയിപ്പോ കണ്ടോ? ഇല്ല. എന്തായാലും അവിടെ ഉണ്ട്. അതെന്താ നേരത്തെ കാണാം. ഇതെന്നാ ചില കാര്യങ്ങൾ കർത്താവിന് അറിയാം എന്താ ചെയ്യാൻ പോകുന്നത്. ഈ നിമിഷം നീ കണ്ടില്ലല്ലോ, നീ വിശ്വസിക്ക്. പരീക്ഷയോടുകൂടെ അവൻ പോക്കുവരി തരുന്ന ദൈവമാണ്. Amen. Hallelujah. Yes. ആ പരീക്ഷണം എന്തിനാ വന്നെന്നറിയാമോ? അത് വന്നപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ഒരു അശ്വതി ശബ്ദമുണ്ടായ ഈ കുഞ്ഞിന് പകരം ആടിനെ എടുത്ത് യാഗം കഴിച്ചു. ദൈവം പറഞ്ഞതുപോലെ സംഭവിച്ചു. പക്ഷെ എന്താ സംഭവിച്ചെന്നറിയാമോ? അടുത്ത ശബ്ദം വീണ്ടും ഉണ്ടായി. നീ ഇത് ചെയ്തത് കൊണ്ട് നിന്നെ ഞാൻ ഐശ്വര്യമായി അനുഗ്രഹിക്കാം, നിന്റെ തലമുറകളെ ഞാൻ അനുഗ്രഹിക്കാം. ഒരു പരീക്ഷണം കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വിടലോടെ പുറത്തു വരികയല്ല, നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതത്തിന്റെ ദൈവപ്രവൃത്തിയായി എന്റെ ദൈവത്താൽ നീ പുറത്തു വരൂ. Hallelujah. Hallelujah.